ഇപ്പോഴത്തെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സർവകലാശാലയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മണിക്കൂറുകൾ നീണ്ട സംഘർഷ സാഹചര്യം. അതിനിടയിൽ MV ഗോവിന്ദൻ SFI പ്രവർത്തകരുമായി സംസാരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് തത്സമയം. പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്, പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പോലീസിന്റെ ലാത്തി പ്രവർത്തകരുടെ കയ്യിൽ നമ്മൾ കണ്ടു. പോലീസിൽ നിന്ന് അത് പ്രവർത്തകർ പിടിച്ചു വാങ്ങുന്നത് കണ്ടു. ഇപ്പോഴും മുദ്രാവാക്യം മുഴക്കി സർവകലാശാല ക്യാമ്പസിൽ തുടരുകയാണ് SFI പ്രവർത്തകർ. ഒരു സംഘർഷ സാഹചര്യം ഒഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ മണിക്കൂറുകളെ വെച്ച് അല്പം അയവ് വന്നിട്ടുണ്ട് എന്ന് പറയാം. പ്രവർത്തകർ പൂർണ്ണമായി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ നിന്നൊക്കെ പൂർണ്ണമായും മാറി സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് അരികിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടി അവിടേക്ക് എത്തിയിരിക്കുകയാണ്. SFI പ്രവർത്തകരുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. ഗവർണറുടെ വൈസ് ചാൻസലറുടെ തെറ്റായ നിലപാടാണ്, കോടതി പോലും ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. അപ്പോ എന്തും ചെയ്യാം എന്ന ഒരവസ്ഥ ഒരു തരത്തിലും അനുവദിക്കുന്നതല്ല. ഗവർണറുടെ സമീപനത്തിനെതിരെ VCയുടെ സമീപനത്തിനെതിരെ സ്വാഭാവികമായി ഉയർന്നു വരുന്ന പ്രതിഷേധം എന്നുള്ള നിലയിലാണ് CPIM അതിനെ നോക്കിക്കാണുന്നത്. MV ഗോവിന്ദന്റെ പ്രതികരണത്തിൽ അത് വ്യക്തവുമാണ്. അല്പസമയം മുമ്പാണ് MV ഗോവിന്ദൻ സർവകലാശാലയിലേക്ക് എത്തിയത്. അദ്ദേഹം പ്രവർത്തകരുമായി സംസാരിച്ചതിന് ശേഷം മടങ്ങുകയാണോ എന്നറിയില്ല. മാധ്യമങ്ങളോട് കൂടുതലായി പ്രതികരിക്കുമോ എന്നറിയില്ല. തൽക്കാല ദൃശ്യങ്ങളിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പോകുന്നുണ്ട്. അവർ സമരവുമായി പോവുകയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ സമരം തുടരും. ഇപ്പോൾ ഒരു അവസാനിപ്പിക്കുന്നതല്ല, സമരം തുടരും. ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ പ്രോ വൈസ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എല്ലാം സാധിക്കണം. തോന്നിയ പോലെ എന്ത് തോന്നിയാസം കാണിച്ചാൽ അതൊന്നും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ RSSന്റെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതു ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒന്നും അതിനായിട്ട് വഴങ്ങി കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമാണ്. പ്രവർത്തകരെ കണ്ടതിന് ശേഷം, പ്രവർത്തകരുമായി സംസാരിച്ചതിന് ശേഷം MV ഗോവിന്ദൻ മടങ്ങുകയാണ്. ചട്ടവിരുദ്ധമായൊന്നും സർവകലാശാലയിൽ ചെയ്യാം എന്ന് ഗവർണറും കരുതേണ്ട, വൈസ് ചാൻസലറും കരുതേണ്ട എന്ന പ്രതികരണമാണ് MV ഗോവിന്ദൻ നടത്തുന്നത്. ഈ SFIയുടെ പ്രതിഷേധത്തിന് പൂർണ്ണ പിന്തുണ MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു പ്രതിഷേധം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. എന്തും ചെയ്യാം എന്ന തോന്നൽ ഗവർണർക്ക് വേണ്ട, VCക്ക് വേണ്ട എന്നുകൂടി CPIM സംസ്ഥാന സെക്രട്ടറി മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോഴും പ്രവർത്തകർ അവിടെ സർവകലാശാലയിൽ മുദ്രാവാക്യം മുഴക്കുന്നത് നമുക്ക് കാണാം. സർവകലാശാല അക്ഷരാർത്ഥത്തിലൊരു പോർക്കളമായി മാറുന്നതാണ് കഴിഞ്ഞ 2 മണിക്കൂറായി നമ്മൾ കണ്ടത്. ഇപ്പോൾ പ്രതിഷേധത്തിനല്പം, ഒരു സംഘർഷ സാഹചര്യത്തിനല്പം അയവ് വന്നിട്ടുണ്ട്. പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. SFI പ്രവർത്തകരെ, പ്രധാന നേതാക്കളെ അടക്കം നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഏതാണ്ട് 1.5 മണിക്കൂറിന് ശേഷമാണ് പോലീസ് ഒരു കടുത്ത നടപടിയിലേക്ക് കടന്നത് എന്ന് നിസ്സംശയം പറയാം. അതിനുശേഷമാണ് പ്രവർത്തകരെ നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നത്. VCയുടെ ചേംബറിന് തൊട്ടരികിൽ പ്രവർത്തകരെത്തി എന്ന ഘട്ടത്തിൽ മാത്രമാണ് ഒരു കടുത്ത നടപടിയിലേക്ക് പോലീസ് കടന്നത്.